സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്നതിൽ ക്ഷീര കർഷകർക്ക് ആശങ്ക. കഴിഞ്ഞ വർഷം സൂര്യാഘാതമേറ്റ് ചത്തത് 435 പശുക്കളാണ്. മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാര തുക ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്നതിൽ കടുത്ത ആശങ്കയാണ് കർഷകർക്കുള്ളത്. ഇതിൽ ഏറിയ പങ്കും ക്ഷീര കർഷകർക്കാണ്. സൂര്യാഘാതം മൂലവും ചൂട് കൂടുന്നത് മൂലവുമുള്ള രോഗങ്ങൾ കൊണ്ടും കന്നുകാലികൾ ചത്തുപോകുന്നതാണ് ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം സൂര്യാഘാതത്തിൽ ചത്തത് 435 കറവ പശുക്കളാണ്. ഏറ്റവും കൂടുതൽ കാലിമരണമുണ്ടായത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് 65 കന്നുകാലികളാണ് ചത്തത്. തൊട്ടടുത്ത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 47 പശുക്കൾ മരിച്ചു. മലപ്പുറത്ത് 47, തിരുവനന്തപുരത്ത് 45, പത്തനംതിട്ടയിൽ 34, കോഴിക്കോട് 35, തൃശൂർ 33, കണ്ണൂർ 26, എറണാകുളത്ത് 25 കാലികൾ ചത്തു. പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിൽ യഥാക്രമം 22, 21, 19, 10 കാലികൾ മരിച്ചു. ഏറ്റവും കുറവ് കാലിമരണം റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിലാണ്. ഇവിടെ 6 പശുക്കളാണ് മരിച്ചത്. ക്ഷീര കർഷകർക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തതും അത് ലഭിക്കുവാനുള്ള നൂലാമാലകളും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ആകെ സഹായം ലഭിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി മുഖേനയാണ്. പ്രകൃതി ദുരന്തം എന്ന പേരിലാണ് ഈ ഇനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത്. കന്നുകാലികളുടെ മതിപ്പുവിലയുടെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യം. 65,000 രൂപ വരെ മതിപ്പുവിലയുള്ള കന്നുകാലികൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇതാണ് ക്ഷീര കർഷകരുടെ ആശങ്ക. വേനൽ ചൂട് കൂടി കനക്കുന്നതോടെ കർഷകരുടെ ആശങ്ക 10 മടങ്ങായി വർദ്ധിക്കും. സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ജനം, തിരുവനന്തപുരം.